ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ LG ഗ്രില്ലിൽ വെച്ചിട്ട് ചിക്കൻ ഗ്രിൽ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എൻ്റേതായിട്ടുള്ള ഒരു മാരിനേഷൻ വെച്ചിട്ട് ഞാനിവിടെ 2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനെ ഒരു ഗ്രില്ലിൽ റാക്കിലേക്ക് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി താഴെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തതിന് ശേഷമാണ് ഇത് ഓവനകത്തേക്ക് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഗ്രിൽ കോമ്പി മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓവൻ ഡോർ തുറന്നതിന് ശേഷം ക്ലിയർ എൻട്രി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്ക് മോഡ് എൻട്രി ചെയ്യുമ്പോൾ 1 വരും. ഇനി അത് 2 ആക്കണം. അപ്പോൾ പ്രസ് ചെയ്താൽ CO2 ആകും. അതിനുശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് ചിക്കനെ ഓവനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് എൻട്രി ചെയ്തതിന് ശേഷം നമുക്ക് ടൈം കൂട്ടി കൊടുക്കാം. അപ്പോൾ പ്ലസ് അങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം 25 മിനിറ്റാണ് ചിക്കൻ ടിക്കയ്ക്ക് വേണ്ട സമയം. ടിക്ക പീസസ് പോലെ ക്യൂബാക്കിയിട്ട് അല്ലെങ്കിലും ഞാൻ ആദ്യം ഒന്ന് 25 മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഡോർ അടച്ചതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാം. 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ വീണ്ടും പീസസൊക്കെ ഒന്ന് മറച്ച് വെച്ചിട്ട് ഒന്നുകൂടെ ഗ്രിൽ ചെയ്തെടുക്കാം. അപ്പോൾ അത് 25 മിനിറ്റ് ആയി വരട്ടെ. ഇപ്പോൾ ഇതാ മുകൾ ഭാഗമൊക്കെ അത്യാവശ്യം നല്ല ഗോൾഡൻ കളറായി ക്രിസ്പി ആയിട്ടുണ്ട്. ഒന്ന് മറിച്ചിട്ട് നോക്കാം. മറിച്ചിട്ട് നോക്കുമ്പം അടിഭാഗം ഒന്നുകൂടെ ആകാനുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു 10 മിനിറ്റോ 8 മിനിറ്റോ ഒക്കെ ഒന്നുകൂടെ വെച്ച് കൊടുക്കാം. ഇത് കോമ്പി മോഡിൽ വെക്കുമ്പം ഉള്ളിൽ നന്നായിട്ട് മൈക്രോവേവ് കുക്ക് ആകുകയും ചെയ്യും, മുകളിലുള്ള ഗ്രില്ല് വർക്ക് ചെയ്യുകയും ചെയ്യും. അപ്പം ഞാനിവിടെ ഒരു 8.5 മിനിറ്റ് കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പം മറിച്ചിട്ട ഭാഗം കൂടി നല്ല ഗോൾഡൻ നിറായിട്ടുണ്ട്. അത്യാവശ്യം നല്ല സോഫ്റ്റുമാണ്, എന്നാൽ കണ്ടാൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മൾ ഓരോരുത്തർക്കും ഓരോരോ മാരിനേഷൻ ആയിരിക്കും. അപ്പോൾ എൻ്റെ മാരിനേഷനാണ് ഞാൻ തുടക്കത്തിൽ കൊടുത്തത്. ഞാനത് ഡിസ്ക്രിപ്ഷനിലിടാം, നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓവനില്ലാത്തവർക്ക് ഇത് ഫ്രൈ പാനിൽ വെച്ചിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ചെറിയൊരു എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് 20-25 മിനിറ്റ് ഒക്കെ ആവുള്ളൂ. അങ്ങനെ പാനിലും നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കാം. ഓവനൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി എളുപ്പമാണ്. ടൈം സെറ്റ് ചെയ്തിട്ട് നമുക്ക് വേറെ വല്ല പണിക്കും പോകാം. ഞാൻ ചിക്കനൊന്നും ഇങ്ങനെ എപ്പോഴും ഉണ്ടാക്കാറൊന്നുമില്ല, ഒരു 6 മാസം കൂടുമ്പോൾ ഒരിക്കലൊക്കെ ഉണ്ടാക്കാറുള്ളൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരെ ബൈ.